അജ്ഞാതമായ അനന്തമായ ചതുരംഗപ്പലകകളിൽ രൂപങ്ങളാർന്ന ചതുരംഗങ്ങളുടെ കരുനീക്കങ്ങൾ എത്രയോ നടന്നിരിക്കുന്നു. അവ പരാജയങ്ങളും ജയങ്ങളും എല്ലാം കൂടിക്കലർന്നതായിരിക്കണം. എന്നാൽ അവ ഇന്നും അജ്ഞാതം തന്നെയാണ്. അത് അവർണ്ണനീയവുമാണ്. പക്ഷേ അജ്ഞാതമാണ് താനും. എന്നാൽ അടുത്ത് ഉണർന്ന് വിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതായ ചരിത്രത്തിൻ്റെ ചില താളുകൾ എത്തിനോക്കാത്തതായ ഒരു കാലഘട്ടത്തിൽ ഇവിടം കേരളത്തിൽ, മധ്യ കേരളത്തിൽ ഒരത്ഭുത സംഭവം ആവിർഭവിക്കുകയുണ്ടായി. അതിനെ മധ്യ കേരളത്തിലെ ഒരു മഹോത്സവമായി രൂപാന്തരപ്പെടുകയുണ്ടായി എന്ന് പറയുന്നതായിരിക്കും ശരി. എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപ് ഇന്നും വ്യക്തമായി രൂപപ്പെടുത്തി പ്രദർശിപ്പിക്കുവാനോ അറിയുവാനോ കഴിയാത്ത വിധത്തിലുള്ള ഒരു സംഭവമാണ് മധ്യ കേരളത്തിൽ പെരുമനം ഗ്രാമത്തിനെ ആധാരമാക്കിക്കൊണ്ട് നടന്ന ആ മഹാസംഭവം. അത് മഹോത്സവമായിരുന്നു. അത് മഹോത്സവമാണ്. ഒന്നല്ല, പത്തല്ല, നൂറല്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കപ്പുറം ആവിഷ്കൃതമായ ഒരു മഹോത്സവമാണ്. അതിനെയാണ് പെരുമനം ഉത്സവം എന്ന പേരിൽ അറിഞ്ഞും ആദരിച്ചും നടത്തിയും തുടർന്നു പോന്നിരുന്നത്. ഈ മഹോത്സവം 1, 2, 10, 100 കൊല്ലം കൊണ്ട് ഉത്ഭവിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണക്കാർ പറയുന്നത് പോലെ ഏതാനും കുറച്ച് കാലങ്ങളെ കൊണ്ട് മാത്രമായി ആകാൻ തരമില്ല. ഇവിടെ 108 ദേവീദേവന്മാരെ എഴുന്നള്ളിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ് പെരുമനം മഹാദേവ ക്ഷേത്രം. അവിടെ നടന്ന ഈ മഹോത്സവം എത്രയോ കാലത്തെ പ്രോത്സാഹനത്തിൻ്റെയും വളർച്ചയുടെയും ഉത്സാഹത്തിൻ്റെയും വിമർശനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഫലമായി ഉണ്ടായുള്ളതായിരിക്കാം. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കും. 108 ദേവീദേവന്മാരടങ്ങുന്നതായിട്ടുള്ള ഒരു മഹോത്സവം പെരുമനത്ത് നടന്നിരുന്നു എന്നും അത് കാലാന്തരത്തിൽ എന്തെല്ലാമോ കാരണത്താൽ സ്നേഹ കൂടുതൽ കൊണ്ടോ കുറവ് കൊണ്ടോ പരിണാമ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി വന്നതായ കാലചക്രത്തിൻ്റെ പരിവർത്തന സ്വഭാവമനുസരിച്ച് പെരുമനം മഹോത്സവം നിന്നുപോയി ആറാട്ടുപുഴ പൂരമായി പരിണമിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്ര അങ്കിതമാണ്. എല്ലാവിധത്തിലും ആഘോഷിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും നിലനിന്നു വരുന്ന ഒരു സംഭവവും ആണ്. ഈ കാര്യത്തെ തുടർന്ന് ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ
പറയുവാൻ ഉദ്ദേശിക്കുന്നത് തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക, എത്ര പറഞ്ഞാലും എത്ര അറിഞ്ഞാലും എത്ര അന്വേഷിച്ചാലും പൂർണ്ണമാകാത്ത ഒരു വിഷയമാണെന്നതിന് സംശയമില്ല. എന്നാൽ ഒരു ചെറിയ പരിശ്രമം മാത്രം ഇവിടെ ആരംഭിക്കുന്നു.